നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിമതർക്ക് മുഖ്യമന്ത്രിയുടെ താക്കീത്. പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി. കൊലക്കളമാകുന്ന ദേശീയപാത. കുമ്പള ആരിക്കാടിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. എൻഡോസൾഫാൻ വിഷയത്തിൽ സർക്കാർ നിലപാട് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അജാനൂർ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കിയ മുഖ്യമന്ത്രി. UDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. അജാനൂർ പഞ്ചായത്ത് പിടിക്കാൻ BJPയുടെ പടപ്പുറപ്പാട്. പ്രകടന പത്രിക പുറത്തിറക്കി. കാഞ്ഞങ്ങാട് നഗരസഭാ ആസ്ഥാനത്ത് ഇക്കുറി മത്സരം തീപാറും. ഭരണസ്ഥിരാകേന്ദ്രം പിടിക്കാൻ പ്രഭാകരൻ വാഴുന്നോറടി. 36ാമത് സാർവജനിക ശാരദാ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. വിമതർക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പിന്മാറാൻ ഇനിയും സമയമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിമാർക്ക് പിന്മാറാനുള്ള അവസാന അവസരമാണിതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പിന്മാറാത്തവർക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ജനസഭ 2015 പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. വിമതന്മാരായി മത്സരിക്കുന്നവർ, അവർക്ക് പാർട്ടി ഒരു അവസരം കൂടി കൊടുക്കും. പിന്മാറാൻ, ഔദ്യോഗികമായി പിന്മാറാൻ സമയം കഴിഞ്ഞു എങ്കിലും ഒരു പ്രാവശ്യം കൂടി അവസരം കൊടുക്കും. മത്സരത്തിൽ നിന്ന് പിന്മാറാൻ. അല്ലാതെ ആരെങ്കിലും മത്സര രംഗത്ത് വന്നാൽ, ഔദ്യോഗിക അംഗീകാരമില്ലാത്ത സ്ഥാനാർത്ഥികൾ ആരെങ്കിലും വന്നാൽ അവരുടെ പേരിൽ നടപടി KPCC പ്രസിഡന്റ് ഇന്നലെ ആവർത്തിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായി നടപ്പിലാക്കും. ചെറിയാൻ ഫിലിപ്പിന്റെ സ്ത്രീവിരുദ്ധ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ചെറിയാൻ ഫിലിപ്പിന് പിന്തുണ നൽകുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ അഭിപ്രായം നിർഭാഗ്യകരമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ശ്രീ ചെറിയാൻ ഫിലിപ്പിന്റെ പരാമർശനം വളരെ നിർഭാഗ്യകരവും വേദനാജനകവുമായിട്ടുള്ള ഒന്നായിപ്പോയി. അദ്ദേഹം അത് പിൻവലിച്ച് സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് എൻ്റെ പഴയകാല സുഹൃത്തിനോട് അഭ്യർത്ഥിക്കാൻ. പക്ഷേ എന്നെ അതിനേക്കാൾ വേദനിപ്പിച്ചത് ശ്രീ ചെറിയാൻ ഫിലിപ്പിനെ ന്യായീകരിക്കാൻ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവനയാണ്. അദ്ദേഹം അത് പിൻവലിക്കണം. അദ്ദേഹം പിൻവലിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം അതിന് കടുത്ത വില നൽകേണ്ടി വരും. കാരണം ചെറിയാൻ ഫിലിപ്പിനേക്കാൾ കൂടിയ അപമാനമാണ് സ്ത്രീ സമൂഹത്തിന് അദ്ദേഹത്തിന്റെ ആ ന്യായീകരണത്തിലൂടെ വന്നിരിക്കുന്നത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രവീന്ദ്രൻ രാവണീശ്വരം, DCC പ്രസിഡന്റ് CK ശ്രീധരൻ തുടങ്ങിയവരും പങ്കെടുത്തു. ആവേശം വിതറി മുഖ്യമന്ത്രിയുടെ പ്രസംഗം. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. രാജീവ് ഗാന്ധിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ UDF സർക്കാരിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പഞ്ചായത്തുകളെ ഭരണഘടനാ സ്ഥാപനങ്ങളാക്കിയത് രാജീവ് ഗാന്ധിയുടെ നേട്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നോർത്ത് കോട്ടശ്ശേരിയിൽ അജാനൂർ പഞ്ചായത്ത് UDFന്റെ പ്രകടന പത്രിക UDF കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ച് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 4.5 വർഷക്കാലം കേരളത്തിൽ രാജീവ് ഗാന്ധിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ അക്ഷരം പ്രതി മാറ്റങ്ങൾ വരുത്താൻ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന തുക വർദ്ധിപ്പിച്ചു. ആ രൂപ വിനിയോഗിക്കുന്നതിന് പഞ്ചായത്തുകൾക്കുള്ള അധികാരം വർദ്ധിപ്പിച്ചു. പഞ്ചായത്തുകൾക്ക് വളരെയേറെ പുതിയ അവകാശങ്ങളും അവസരങ്ങളും കൊടുത്തു.
എന്തിനാ? ഇതുകൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് അക്ഷരം പ്രതി നടക്കാം. മന്ത്രി കെ.പി. മോഹനൻ, സി.കെ. ശ്രീധരൻ, ചെറുക്കളം അബ്ദുള്ള, കെ.വി. കുഞ്ഞിക്കണ്ണൻ, എം. കമറുദ്ദീൻ, ഗംഗാധരൻ നായർ, പി. മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, ബഷീർ വെള്ളിക്കോത്ത്, സി. മുഹമ്മദ് കുഞ്ഞി, പി. നസീമ, കെ. ദിവ്യ, എം. പി. ജാഫർ, പി. കെ. ഫൈസൽ, ബാബുരാജ്, കെ. വി. രാമകൃഷ്ണൻ, പി. വി. ബാലകൃഷ്ണൻ, 14 അബ്ദുൾ റഹ്മാൻ, അരവിന്ദാക്ഷൻ നായർ എന്നിവർ സംബന്ധിച്ചു. എൻഡോസൾഫാൻ വിഷയത്തിൽ സർക്കാർ നിലപാട് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. രാമണീശ്വരത്തെ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാരിന്റെ വികസനത്തിന്റെ കോട്ടങ്ങളും തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. UDF പ്രകടന പത്രികയിൽ വിശപ്പിന് വിട എന്നെഴുതി കാണിച്ചാൽ വില കുറയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമായ ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഒരു സംഘടനയാണ്. ഇപ്പൊ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞ ഉടനെ ആദ്യമായി അവർ ചെയ്ത കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിടുകയും പദ്ധതിയും ആസൂത്രണവും ആവശ്യമില്ല എന്ന് തീരുമാനിക്കുകയുമാണ് ചെയ്തത്. പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടിട്ട് നീതി ആയോഗ് എന്നൊരു പുതിയ സ്ഥാപനം ഉണ്ടാക്കി. ഇപ്പൊ അത് എന്താണ്, എന്തിനാണ് എന്ന് ആർക്കും അറിയില്ലാത്ത ഒരു പുതിയ തരത്തിലാണ്. എം. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ഇ. ചന്ദ്രശേഖരൻ MLA, ബി. ബാലകൃഷ്ണൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, എ. ദാമോദരൻ, കരുണാകരൻ കുന്നത്ത്, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, കമലാക്ഷി, പി. ദാമോദരൻ, എ. തമ്പാൻ, ടി. എ. ശകുന്തള തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ ആസ്ഥാനം ഉൾപ്പെടുന്ന പുതിയകോട്ട വാർഡിൽ ഇക്കുറി മത്സരം തീപാറും. നഗരസഭ വൈസ് ചെയർമാനായ പ്രഭാകരൻ വാഴുന്നോറോടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തിയതോടെ വാർഡിൽ മത്സരം ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. മുൻ നഗരസഭാ ചെയർപേഴ്സണും വ്യാപാരി നേതാവും ഉൾപ്പെടെ മത്സരിക്കുന്ന പുതിയകോട്ട വാർഡിൽ നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തിയതോടെ മത്സരം കടുക്കും. UDFന് ഇവിടെ 2 റിബലുകളാണുള്ളത്. യൂത്ത് ലീഗ് നേതാവ് റംഷീദും കേരള കോൺഗ്രസ് MLA ഗ്രേസി സ്റ്റീഫനും ഇവിടെ മത്സര രംഗത്തുണ്ട്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് C. യൂസഫാജിയും മുൻ നഗരസഭാ ചെയർപേഴ്സൺ TV ശൈലജയും മത്സര രംഗത്തുണ്ട്. TV ശൈലജയാണ് UDFന് വേണ്ടി മത്സരിക്കുന്നത്. ചതുർനക്ഷത്ര ബാറിന് എതിർപ്പില്ലാരേഖ നൽകിയ സംഭവത്തിലാണ് പ്രഭാകരൻ വാഴുന്നോറടി പാർട്ടിയിൽ നിന്നും 6 വർഷത്തേക്ക് പുറത്താക്കപ്പെടുന്നത്. എന്നാൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പ്രഭാകരൻ വാഴുന്നോറടി തയ്യാറായില്ല. വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് താൻ മത്സരരംഗത്ത് ഇറങ്ങിയതെന്ന് പ്രഭാകരൻ വാഴുന്നോറടി പറഞ്ഞു. ഈ ഇലക്ഷനിൽ ഈ മുനിസിപ്പൽ ആഫീസ് നിലനിൽക്കുന്ന വാർഡിൽ തന്നെ സർവ്വസ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ മത്സരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരും എൻ്റെ ഇന്ന് വരെ ഈ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പാർട്ടി അണികളും ബന്ധപ്പെട്ട ആളുകളും ജനപ്രതിനിധികളും എല്ലാവരും കോൺഗ്രസ് മുഴുവൻ പ്രതിനിധികൾ ഇന്ന് വരെ എൻ്റെ കൂടെ ഉണ്ട്. അതേസമയം ഇടതുപക്ഷവും BJPയും ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. ഈ വിഭാഗങ്ങളുടെ പിന്തുണ തനിക്കുണ്ടെന്നാണ് പ്രഭാകരൻ അവകാശപ്പെടുന്നത്. വാർഡിനകത്ത് പ്രഭാകരൻ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. 1995 വാഴുന്നോറടി വാർഡിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ജയിച്ചുവന്ന ചരിത്രവും പ്രഭാകരൻ വാഴുന്നോറടിക്ക് സ്വന്തമായുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ പഞ്ചായത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമായി. പ്രകടന പത്രിക പുറത്തിറക്കി. സമയബന്ധിതവും കാര്യക്ഷമമായ സേവനം, പഞ്ചായത്തിൽ തൊഴിൽ സേന, കൃഷിയും അനുബന്ധ മേഖലയുടെ വികസനവും തുടങ്ങി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് BJPയുടെ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി അജാനൂർ പഞ്ചായത്തിൽ BJP പ്രകടന പത്രിക പുറത്തിറക്കി. BJP ദേശീയ സമിതി അംഗം മടിക്കൈ കമാരൻ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. എല്ലാവർക്കും വിഷമമാണ്. മാർക്സിസ്റ്റ് പാർട്ടി കോടിയേരി ബാലകൃഷ്ണനായാലും പിണറായി വിജയനായാലും ഇപ്പോൾ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. RSS SNDP ബന്ധം, അതിനെക്കുറിച്ച് വളരെ വലിയ തോതിൽ ആശങ്കപ്പെടുകയാണ് അവർ. ഈ നാടിൽ എന്തൊക്കെയോ സംഭവിക്കുമെന്നുള്ള രീതിയിൽ അവർ പ്രചരിപ്പിക്കുകയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഈ ഒരു പേടിപ്പനിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം, RSSനെ സംബന്ധിച്ചിടത്തോളം ഈ വലിയൊരു കടന്നുകയറ്റം കേരള രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാവുമെന്നുള്ള ഒരു വലിയ തോന്നൽ അവർക്ക് വന്നിരിക്കുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ടുള്ള ധാരാളം അപവാദ പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മളും SNDPയുമായുള്ള ബന്ധത്തെ തകർക്കാനും അതിനെതിരെ ദുഷ്പ്രചരണം നടത്താനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള തീവ്രമായ ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രവീന്ദ്രൻ മാവുങ്കൽ അധ്യക്ഷനായി.
കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് കെ കുട്ടൻ, മണ്ഡലം പ്രസിഡന്റ് ഇ കൃഷ്ണൻ, ജനറൽ സെക്രട്ടറി എ കെ സുരേഷ്, കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അജാനൂർ പഞ്ചായത്തിൽ 10ാം വാർഡ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി പത്മനാഭൻ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. അജാനൂർ പഞ്ചായത്തിലെ BJP സ്ഥാനാർത്ഥി പത്മനാഭന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് മുന്നോടിയായി വാർഡ് തല കൺവെൻഷൻ നടന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് അണികളെ സജ്ജരാക്കുന്നതിന്റെ ഭാഗമായാണ് കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കുന്നത്. രാമനഗരത്ത് വെച്ച് നടന്ന കൺവെൻഷൻ BJP മണ്ഡലം പ്രസിഡന്റ് ബളാൽ കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ മുന്നണികളും അതുമായി ബന്ധപ്പെട്ട ആളുകളും നിരന്തരമായി BJPക്കെതിരെ അടുത്ത കാലത്ത് കൊലവിളി മുഴക്കുക. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. BJPയുടെ മുന്നേറ്റം കണ്ട് വിറളി പിടിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഏതായാലും ചരിത്രത്തിൽ ആദ്യമായി ഈ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 80% വാർഡുകളിലും ഡിവിഷനിലും BJP സ്ഥാപന ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുക. ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. 80% സ്ഥലങ്ങളിൽ 1000 വാർഡുകളുണ്ടെങ്കിൽ 800 വാർഡിലും BJPയുടെ സ്വന്തം സ്ഥാനാർത്ഥികളാണ്. നിരവധി സ്വതന്ത്രന്മാരെ നമ്മൾ പിന്താങ്ങുന്നുണ്ട്. SNDP പോലുള്ള സംഘടനയുമായി ബന്ധപ്പെട്ട്, കേരള പുലിയർ മഹാസഭയുമായി ബന്ധപ്പെട്ട്, നിരവധി നമ്മുടെ BPMSുമായി ബന്ധപ്പെട്ട്, തെക്കൻ പ്രദേശങ്ങളിൽ നിരവധി സമുദായ സംഘടനകൾ, അധികൃത വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ BJPയുമായി നമ്മളായി യോജിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. എം പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് മണികണ്ഠൻ, പി പത്മനാഭൻ, ബൂത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, പ്രകാശൻ കാട്ടുകുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. അജാനൂർ പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥികൾ പര്യടനം തുടങ്ങി. പുതിയകണ്ടം വാർഡിൽ ഗീതാ ബാബുരാജാണ് സ്ഥാനാർത്ഥി. അജാനൂർ പഞ്ചായത്തിൽ പുതിയകണ്ടത്ത് BJP സ്ഥാനാർത്ഥിയും പര്യടനം തുടങ്ങി. പഞ്ചായത്തിലെ 9ാം വാർഡിൽ നിന്നും ഗീതാ ബാബുരാജാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഗീതാ ബാബുരാജിനെ വിജയിപ്പിക്കാൻ BJP പ്രവർത്തകർ സജീവമായി രംഗത്തിറങ്ങി. 50ലധികം സ്ത്രീ പുരുഷന്മാർ വീട് കയറിയിറങ്ങുന്നുണ്ട്. വാർഡിലെ മുഴുവൻ വീടുകളിലും കയറിയിറങ്ങിയ BJP സ്ഥാനാർത്ഥി ഗീതാ ബാബുരാജും സഹപ്രവർത്തകരും വരുന്ന 5 കൊല്ലം വാർഡിൽ ചെയ്യാനാവുന്ന വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അജാനൂർ പഞ്ചായത്തിലെ 9ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് BJP സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നുണ്ട്. നല്ലൊരു പ്രതീക്ഷയോടുകൂടി വിജയിക്കുമെന്ന് നാട്ടുകാരുടെ സഹകരണത്താൽ എനിക്ക് തോന്നുന്നു. എന്ത് തന്നെയായാലും വിജയിച്ചാൽ ഞാൻ നാട്ടിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു താല്പര്യത്തോടു കൂടി തന്നെ തയ്യാറെടുക്കുമെന്നും ഞാൻ പറയുന്നു. നാട്ടുകാരുടെ സഹകരണം ഒരുപാട് എല്ലാവരുടെയും സഹകരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് സ്ഥാനാർത്ഥി കെ ബിന്ദുവും പര്യടനത്തിന് ഇറങ്ങിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കെ ബാലകൃഷ്ണൻ, പി ദയാനന്ദൻ, പി പ്രസാദ്, നാരായണൻകുട്ടി, പി ചന്ദ്രൻ, കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വമേകി. കാഞ്ഞങ്ങാട് നഗരസഭയിൽ 34ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയുടെ പര്യടനം ആരംഭിച്ചു. ഞാണിക്കടവ് വാർഡിൽ KT വാസന്തിയാണ് LDF സ്ഥാനാർത്ഥി. കാഞ്ഞങ്ങാട് ഞാണിക്കടവ് വാർഡിൽ LDF പ്രചരണം തുടങ്ങി. നഗരസഭയിലെ 34ാം വാർഡായ ഇവിടെ LDF സ്ഥാനാർത്ഥി KT വാസന്തിയാണ്. വാർഡ് കമ്മിറ്റി രൂപവൽക്കരിച്ച് പ്രവർത്തനം തുടങ്ങി. 34ാം വാർഡിൻ്റെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നുണ്ട്. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നാടിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും. പാവപ്പെട്ട ജനങ്ങളുടെ ദുരിതങ്ങളും എല്ലാം കണ്ടു മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ നാടിന് വേണ്ടി 5 വർഷക്കാലം ഞാൻ ഭരിക്കുന്നുണ്ടെങ്കിൽ 5 വർഷക്കാലം ഞാൻ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും. വാർഡ് കമ്മിറ്റി സെക്രട്ടറി NV ബാലൻ, കൗൺസിലർ KV കൃഷ്ണൻ, K അനിൽകുമാർ, ശബരീശൻ, T ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. ആരിക്കാടിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടി. ഉപ്പള കുമ്പള ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ദേശീയപാതയുടെ പണി തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാട്ടിയത്. തകർന്നു കിടക്കുന്ന കുമ്പള ഉപ്പള ദേശീയപാത ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ആരിക്കാടിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരെ കരിങ്കൊടി കാട്ടി. കുമ്പള ഉപ്പള NH ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെയായിരുന്നു കരിങ്കൊടി കാട്ടിയത്. ആരിക്കാടി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് അധികൃതർ നിരവധി തവണ ഉറപ്പ് നൽകിയിട്ടും നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പ്രതിഷേധത്തിന് തയ്യാറായത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി കുമ്പള മുതൽ ഉപ്പള വരെയുള്ള ദേശീയപാതയിൽ കരിങ്കൊടികൾ സ്ഥാപിച്ചിരുന്നു. മുഖ്യമന്ത്രി കടന്നുപോകുന്ന വഴിയായതുകൊണ്ട് പോലീസ് കരിങ്കൊടികൾ എടുത്തുമാറ്റി. അല്പനേരം കഴിഞ്ഞ് വിവരമറിഞ്ഞെത്തിയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരിക്കാടി, ഷിറിയാപാലം എന്നിവിടങ്ങളിൽ നിലയുറപ്പിച്ചു. DYSP MV സുകുമാരൻ സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും അവർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. NTU സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം കാഞ്ഞങ്ങാട്ട് നടന്നു.
ദേശീയ അധ്യാപക പരിഷത്ത് 37ാമത് സംസ്ഥാന സമ്മേളനം 2016 ഫെബ്രുവരി 4, 5, 6 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി സ്വാഗതസംഘം രൂപീകരണ യോഗം നടന്നു. സ്വാഗതസംഘം രൂപീകരണ യോഗം ജില്ലാ സംഘചാലക് പി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക പരിഷത്തിന്റെ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തനത്തിന്റെ കൂടി ഫലമായി കേരളത്തിൽ ഒരു വലിയ മാറ്റത്തിന് തിരികൊടുക്കാനുള്ള ഒരു ഊർജവുമായാണ് നമ്മളെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ കേരളം നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള വേരോട്ടം അല്ലെങ്കിൽ ജനസ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. NTU ജില്ലാ പ്രസിഡന്റ് BB ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, A വേലായുധൻ, CH സുരേഷ്, വിഘ്നേശ്വര ഭട്ട്, B ഭാസ്കരൻ, വിഘ്നേശ്വര, CA ശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. 36ാമത് സാർവജനിക ശാരദാ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ഹൊസ്തുർഗ് ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്താണ് മഹോത്സവം നടക്കുന്നത്. 5 ദിവസങ്ങളിലായി നടക്കുന്ന സാർവജനിക ശ്രീ ശാരദാ മഹോത്സവ പരിപാടികൾ ഹോസ്തൃക ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് തുടക്കമായി. ഗണപതി ഹോമത്തോടെയായിരുന്നു തുടക്കം. തുടർന്ന് മാരിയമ്മ ക്ഷേത്രത്തിൽ നിന്നും ശാരദാദേവിയുടെ വിഗ്രഹം വാദ്യഘോഷമേളങ്ങളോടെ ആനയിക്കുകയുണ്ടായി. തുടർന്ന് ധ്വജാരോഹണ ചടങ്ങ്, പ്രാണപ്രതിഷ്ഠ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. വ്യാഴാഴ്ച മഹാനവമി ദിവസം രാവിലെ 8 മണിക്ക് ലളിതാ സഹസ്രനാമാർച്ചന നടക്കും. വെള്ളിയാഴ്ച വിജയദശമി നാളിൽ ഉച്ചയ്ക്ക് 12-ന് അന്നദാനവും നൽകും. തുടർന്ന് 3 മണിക്ക് ശോഭായാത്രയും നടക്കും. നവരാത്രി ആഘോഷത്തിന് കൊഴുപ്പേകാൻ തിരുവാതിര കളി സംഘം. നോർത്ത് കോട്ടച്ചേരി വനിതാ ടീമാണ് തിരുവാതിര അവതരിപ്പിച്ചത്. ഹോസ്തൃക മാരിയമ്മ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ നോർത്ത് കോട്ടച്ചേരി വനിതാ ടീം തിരുവാതിര അവതരിപ്പിച്ചു. നോർത്ത് കോട്ടച്ചേരിയിലെ 51 അംഗ വനിതാ സംഘമാണ് തിരുവാതിര അവതരിപ്പിച്ചത്. ചെറിയ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടുന്ന സംഘമാണ് തിരുവാതിര ആടിയത്. ഒരേ താളത്തിൽ ഒരേ മനസ്സോടെയായിരുന്നു തിരുവാതിരക്കളി അവതരിപ്പിച്ചത്. പരമ്പരാഗത ശൈലിയുടെ തനിമ ചോരാതെ അവതരിപ്പിച്ച തിരുവാതിര കാണാൻ 100 കണക്കിന് ഭക്തജനങ്ങൾ എത്തിയിരുന്നു. അജാനൂർ അർബൻ സർവീസ് സഹകരണ സംഘത്തിന്റെ കീഴിൽ നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം തുടങ്ങി. മാവുങ്കാൽ പെട്രോൾ പമ്പിന് സമീപത്തായാണ് നീതി മെഡിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചത്. ഉപഭോക്താക്കൾക്ക് ന്യായവിലയ്ക്ക് മരുന്ന് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് മാവുങ്കാലിൽ നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചത്. അജാനൂർ അർബൻ സർവീസ് സഹകരണ സംഘത്തിന്റെ കീഴിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ M വിജയൻ മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. അവരുടെ ലളിതമായ അവർക്ക് ആവശ്യമുള്ള അവരുടെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ടും അവർക്ക് ആവശ്യമുള്ള വായ്പകൾ നൽകിക്കൊണ്ടും വളരെയധികം ജനങ്ങളിൽ എത്തിച്ചേർന്ന ഈ പ്രസ്ഥാനം ഈ 14 വർഷം പൂർത്തിയായ സമയത്ത് ഇതുപോലെ ജനോപകാരപ്രദമായ ഒരു സംരംഭം ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ ഒരു ബ്രാഞ്ച് തൊട്ടടുത്ത പള്ളിക്കര പൂച്ചക്കാട് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് കളക്ഷൻ ഒരു സെൻറ്റർ ഇവിടെ സബ് സെൻറ്റർ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് മാവുങ്കാലും. M സഞ്ജീവ് കർത്ത, KN സുരേന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് സുധാകരൻ, മടിക്കേ കമ്മാരൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, ബഷീർ വെള്ളിക്കോത്ത്, AV രാമകൃഷ്ണൻ, B സുകുമാരൻ, A ദാമോദരൻ, PC രാജേന്ദ്രൻ, അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ സംഘം ഡയറക്ടർ VM ജയദേവൻ സ്വാഗതവും സംഘം സെക്രട്ടറി K മാലിനി നന്ദിയും പറഞ്ഞു. കാട്ടുകുളങ്ങര ധനലക്ഷ്മി ഗ്രാമസേവാ സമിതി ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു.
നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കാട്ടുകുളങ്ങര ധനലക്ഷ്മി ഗ്രാമസേവാ സമിതിയുടെ ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം RSS പ്രാന്ത സഹപ്രചാരക് S. സുദർശൻ നിർവഹിച്ചു. ഇപ്പോൾ അറിഞ്ഞപ്പോൾ അതിൻ്റെ ഉദ്ദേശങ്ങളും ഒക്കെ അറിഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കൊല്ലത്താണ് ജനിച്ചതെങ്കിലും സംഘത്തിൻ്റെ നിയോഗമനുസരിച്ച് ഞാൻ പ്രചാരകനായി ഈ ഭാഗത്ത് കുറച്ച് കൂടുതൽ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും ഈ പ്രദേശങ്ങളെക്കുറിച്ച് അറിയുന്നത് പോലെ തന്നെ എനിക്കും അറിയാം എന്ന് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. ചടങ്ങിൽ സുരേഷൻ കപ്പണക്കാൽ അധ്യക്ഷത വഹിച്ചു. രാമകൃഷ്ണൻ മംഗള, കുഞ്ഞിരാമൻ കപ്പണക്കാൽ എന്നിവർ സംസാരിച്ചു. രാവണീശ്വരം അപ്ലിയത്ത് തറവാട് ഉപദേവസ്ഥാനം അടുക്കത്തിൽ താനത്തിങ്കൽ വയനാട്ട് കുലവൻ തെയ്യങ്കെട്ടിന് ഒരുക്കങ്ങൾ തുടങ്ങി. വനിതാ കമ്മിറ്റി രൂപീകരിച്ചു. രാവണീശ്വരം അപ്ലിയത്ത് തറവാട് ഉപദേവസ്ഥാനം അടുക്കത്തിൽ താനത്തിങ്കാൽ തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ മുന്നോടിയായി വനിതാ സബ് കമ്മിറ്റി രൂപീകരിച്ചു. മാർച്ച് 25 മുതൽ 27 വരെയാണ് വയനാട്ട് കുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുന്നത്. വനിതാ സബ് കമ്മിറ്റി രൂപീകരണ യോഗം സംഘാടക സമിതി ചെയർമാൻ തമ്പാൻ മക്കാക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ കുഞ്ഞിക്കണ്ണൻ, രാജേന്ദ്രൻ കോളിക്കര, നാരായണൻ വെളിച്ചപ്പാടൻ, വാർഡംഗം ശകുന്തള, ടി എ രാധാകൃഷ്ണൻ നായർ, കൺവീനർ പത്മ, ടി എ സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിമതർക്ക് മുഖ്യമന്ത്രിയുടെ താക്കീത്. പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി. കൊലക്കളമാകുന്ന ദേശീയപാത. കുമ്പള ആരിക്കാടിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. എൻഡോസൾഫാൻ വിഷയത്തിൽ സർക്കാർ നിലപാട് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അജാനൂർ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കിയ മുഖ്യമന്ത്രി. UDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. അജാനൂർ പഞ്ചായത്ത് പിടിക്കാൻ BJPയുടെ പടപ്പുറപ്പാട്. പ്രകടന പത്രിക പുറത്തിറക്കി. കാഞ്ഞങ്ങാട് നഗരസഭാ ആസ്ഥാനത്ത് ഇക്കുറി മത്സരം തീപാറും. ഭരണസ്ഥിരാകേന്ദ്രം പിടിക്കാൻ പ്രഭാകരൻ വാഴുന്നോറടി. 36ാമത് സാർവജനിക ശാരദാ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.